പ്രഷർ ഗ്രൂപ്പ്സിനെ കുറിച്ചുള്ള ചാപ്റ്റർ നമ്മൾ തുടരുകയാണ്. ഒരു ചോദ്യം ഇങ്ങനെയാണ്, വാട്ട് ആർ ദ 4 മെയിൻ ടൈപ്സ് ഓഫ് പ്രഷർ ഗ്രൂപ്പ്സ് ഇൻ ഇന്ത്യ? നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. വാട്ട് ഡു പ്രൊഫഷണൽ പ്രഷർ ഗ്രൂപ്പ്സ് ഇൻക്ലൂഡ്? പ്രൊഫഷണൽ പ്രഷർ ഗ്രൂപ്പുകൾ കൂടാണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രഷർ ഗ്രൂപ്പുകളുണ്ട്, സോഷ്യോ കൾച്ചറൽ പ്രഷർ ഗ്രൂപ്പുകളുണ്ട്, അഡ്ഹോക് പ്രഷർ ഗ്രൂപ്പുകളുണ്ട്. ഇത് 4 തരമാണ് പൊതുവെ ഇന്ത്യയിൽ. ഇനി പ്രൊഫഷണൽ പ്രഷർ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് യൂണിയനുകൾ, പെസന്റ് ഓർഗനൈസേഷനുകൾ, ടീച്ചേഴ്സ് ഓർഗനൈസേഷനുകൾ ആർ എക്സാമ്പിൾസ് ഓഫ് പ്രൊഫഷണൽ പ്രഷർ ഗ്രൂപ്പ്സ്. ഇനി മറ്റൊരു ചോദ്യം, വാട്ട് വാസ് ദ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് AITUC ഫോംഡ്? ഓക്കെ, AITUC എന്തിനു വേണ്ടിയിട്ടാണ് ഫോം ചെയ്തത്? ഏത് വർഷമാണ്? വെൻ വാസ്? 1920-ലാണ് അത് ഫോം ചെയ്തത്. ആൻഡ് വാട്ട് വാസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് AITUC? ടു പ്രൊമോട്ട് സോഷ്യോ ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദ വർക്കിംഗ് ക്ലാസ്. തൊഴിലാളി വർഗത്തിന്റെ സാമൂഹിക സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതായിരുന്നു AITUC എന്ന പ്രഷർ ഗ്രൂപ്പ് രൂപീകരിക്കുന്നതിന്റെ ഉദ്ദേശം. ഇനി വാട്ട് ഡു ഫാർമേഴ്സ് ഓർഗനൈസേഷൻസ് ലൈക്ക് ഭാരതീയ കിസാൻ യൂണിയൻ എയിം ഫോർ? കർഷക സംഘടനകളാണ് ഇതൊക്കെ, പ്രഷർ ഗ്രൂപ്പുകൾ തന്നെയാണ്. അതെന്താണ് ലക്ഷ്യമിടുന്നത്? ഗെറ്റിംഗ് ഹയർ പ്രൈസസ് ഫോർ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, കാർഷികോൽപ്പന്നങ്ങൾക്ക് ഉയർന്ന വില ലഭിക്കുക. സബ്സിഡി ഫോർ ഫെർട്ടിലൈസേഴ്സ്, വളം അതുപോലുള്ള കാര്യങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് ഇളവുകൾ, സബ്സിഡികൾ ലഭിക്കുക. അവൈലബിലിറ്റി ഓഫ് ലോൺസ് ആൻഡ് മാനുവേഴ്സ്, അതുപോലെ തന്നെ ലോണുകളും അതുപോലെ തന്നെ വളങ്ങളും സ്വാഭാവിക വളങ്ങളും ഒക്കെ ലഭ്യമാക്കുക, അതിൻ്റെ ലഭ്യത. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഫോറം അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം എന്ന രീതിയിലാണ് കർഷകരുടെ പ്രഷർ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ യൂണിയനുകൾ രൂപീകരിച്ചിരുന്നത്. ഇനി ഡു ഫാമേഴ്സ് ഓർഗനൈസേഷൻസ് ഹാവ് മണി പവർ ഓർ ക്യാപിറ്റൽ പവർ? കർഷക സംഘടനകൾക്ക് അല്ലെങ്കിൽ അത്തരം പ്രഷർ ഗ്രൂപ്പുകൾക്ക് മറ്റ് പ്രഷർ ഗ്രൂപ്പുകൾക്കുള്ളതുപോലെ മണി പവർ ഉണ്ടോ? തീർച്ചയായും ഇല്ല എന്നതാണ് വസ്തുത. Is there any union for students, teachers and non-vocational staff who work in the educational field? എഡ്യൂക്കേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർക്ക് എന്തെങ്കിലും പ്രഷർ ഗ്രൂപ്പുകളോ യൂണിയനുകളോ ഒക്കെ ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. They have unions to mobilize public opinion and influence the government. തീർച്ചയായും അവർക്കൊക്കെ യൂണിയനുകളുമുണ്ട്, ഗവൺമെന്റിനെ സ്വാധീനിക്കാൻ വഴികളുമുണ്ട്. ഇനി മറ്റൊരു ചോദ്യം, ഗീവ് ആൻ എക്സാമ്പിൾ ഓഫ് എ സ്റ്റുഡൻസ് യൂണിയൻ. നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നത് ഒരു സ്റ്റുഡൻസ് യൂണിയൻ എക്സാമ്പിൾ ആണ്. ഇനി വാട്ട് ഡു സോഷ്യോ കൾച്ചറൽ പ്രഷർ ഗ്രൂപ്പ്സ് ഫോക്കസ് ഓൺ? സോഷ്യോ കൾച്ചറൽ പ്രഷർ ഗ്രൂപ്പ്സ് എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? കമ്മ്യൂണിറ്റി സർവീസ് ആൻഡ് പ്രൊമോഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ദി ഓൾ കമ്മ്യൂണിറ്റി. സോഷ്യോ കൾച്ചറൽ പ്രഷർ ഗ്രൂപ്പുകൾ അതത് കമ്മ്യൂണിറ്റികളുടെ സേവനവും അതുപോലെ തന്നെ ആ കമ്മ്യൂണിറ്റികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കലും ഒക്കെയാണ് തീർച്ചയായിട്ടും ഉദ്ദേശിക്കുന്നത്. നെയിം എ സോഷ്യോ കൾച്ചറൽ പ്രഷർ ഗ്രൂപ്പ്. അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ സാംസ്കാരിക പ്രഷർ ഗ്രൂപ്പിനൊരു ഉദാഹരണം പറയാമോ? ആര്യ പ്രതിനിധി സഭ എന്നത് അത്തരത്തിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു സോഷ്യോ കൾച്ചറൽ പ്രഷർ ഗ്രൂപ്പിന് എക്സാമ്പിളാണ്. വാട്ട് ഡു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രഷർ ഗ്രൂപ്പ്സ് ഡു? സ്ഥാപനപരമായ പ്രഷർ ഗ്രൂപ്പുകൾ എന്താണ് ചെയ്യുക? ദേ ഇൻഫ്ലുവൻസ് ഗവൺമെന്റ് പോളിസീസ് വിത്തിൻ ദ ഗവൺമെന്റൽ മെഷീനറി. അവർ ഗവൺമെന്റൽ മെഷീനറിയുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഗവൺമെന്റൽ നയങ്ങളെ സ്വാധീനിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രഷർ ഗ്രൂപ്പ്. സ്ഥാപനപരമായ പ്രഷർ ഗ്രൂപ്പിന് ഒരു ഉദാഹരണം പറയാമോ? സിവിൽ സർവീസ് അസോസിയേഷൻ അത്തരത്തിലുള്ള ഒന്നാണ്. ആർ ആക്ടിവിറ്റീസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രഷർ ഗ്രൂപ്പ്സ് പബ്ലിക്? ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രഷർ ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾ പബ്ലിക് ആണ്. ഓൾദോ ദെയർ ആക്ടിവിറ്റീസ് ആർ പബ്ലിക്, ദേ റിമെയിൻ വെരി ആക്റ്റീവ് വിത്തിൻ ദ സിസ്റ്റം. അവരുടെ ആക്ടിവിറ്റികൾ പബ്ലിക് ആണ് ഒരു വശത്ത്, എന്നാൽ പോലും അവ ആ സിസ്റ്റത്തിനുള്ളിൽ വളരെ ആക്റ്റീവായി തന്നെ നിലകൊള്ളുന്നു. പ്രഷർ ഗ്രൂപ്പ്സ് ആർ കോൾഡ് സോ ബിക്കോസ് ദേ പുട്ട് ഡാഷ് ഓൺ ദ ഗവൺമെന്റ്. പ്രഷർ ഗ്രൂപ്പുകളെ സമ്മർദ്ദ ഗ്രൂപ്പ് എന്ന് വിളിക്കാനുള്ള കാരണം തന്നെ എന്താണ്? അവ ഗവൺമെന്റിന് മേൽ എന്ത് ചെലുത്തുന്നതുകൊണ്ടാണ്? അവർ ഗവൺമെന്റിന് മേൽ പ്രഷർ അഥവാ സമ്മർദ്ദം ചെലുത്തുന്നതുകൊണ്ടാണ്. ഇനി പ്രഷർ ഗ്രൂപ്പ്സ് ആർ ഡിഫറെന്റ് ഫ്രം ഡാഷ് ആസ് ദേ ഡു നോട്ട് കണ്ടസ്റ്റ് ഇലക്ഷൻസ്. പ്രഷർ ഗ്രൂപ്പ് എന്തിൽ നിന്നും വ്യത്യസ്തമാണ്? അവ ഇലക്ഷനിൽ പങ്കെടുക്കാത്തതിനാൽ അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമാണ്. പൊളിറ്റിക്കൽ പാർട്ടീസിൽ നിന്നും അവ ഡിഫറെന്റ് ആണ്. കാരണം പൊളിറ്റിക്കൽ പാർട്ടീസ് ഇലക്ഷനിൽ പങ്കെടുക്കുമ്പോൾ പ്രഷർ ഗ്രൂപ്പുകൾ ഇലക്ഷനിൽ പങ്കെടുക്കുന്നില്ല. പ്രഷർ ഗ്രൂപ്പ്സ് ഹെൽപ്പ് ഇൻ മൊബിലൈസിംഗ് ദ ഡാഷ്. എന്ത് സമാഹരിക്കുന്നതിനാണ് പ്രഷർ ഗ്രൂപ്പുകൾ സഹായകമാവുക? പബ്ലിക് ഒപ്പീനിയൻ സമാഹരിക്കുന്നതിനാണ് അവ സഹായകരമാവുക. ദ മെത്തേഡ് ആൻഡ് സ്റ്റൈൽ ഓഫ് വർക്ക് ഓഫ് പ്രഷർ ഗ്രൂപ്പ്സ് ഡാഷ് ഇൻ ഡിഫറെന്റ് പൊളിറ്റിക്കൽ സിസ്റ്റംസ്. വ്യത്യസ്ത രാഷ്ട്രീയ സംവിധാനക്രമങ്ങളിൽ പ്രഷർ ഗ്രൂപ്പുകളുടെ സ്റ്റൈൽ ഓഫ് വർക്ക് വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, ഇന്ത്യൻ ഡെമോക്രസിയിൽ ഉള്ളതുപോലെയല്ല അമേരിക്കൻ ഡെമോക്രസിയിൽ പ്രഷർ ഗ്രൂപ്പുകൾ വർക്ക് ചെയ്യാം. തീർച്ചയായിട്ടും അത് വേരി ചെയ്തിരിക്കും, സെയിം ആയിരിക്കില്ല. ഇനി മറ്റൊരു ചോദ്യം, ദ political culture and attitude of leaders and people dash the working of the
പ്രഷർ ഗ്രൂപ്പ്സ്. രാഷ്ട്രീയ സംസ്കാരം ഒരു നാടിന്റെ അത് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മനോഭാവവും ജനങ്ങളുടെ മനോഭാവവും ഇതെല്ലാം ഒരു നാട്ടിലെ പ്രഷർ ഗ്രൂപ്പിന്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കും എന്നത് ശരിയാണോ, ശരി അല്ലെങ്കിൽ സ്വാധീനിക്കില്ലയോ? തീർച്ചയായിട്ടും അവ സ്വാധീനിക്കും, അഫക്റ്റ് ചെയ്യും എന്ന് തന്നെയാണ്. സെക്ഷൻ 7 കൂടി പറഞ്ഞു പോവുകയാണ്. വാട്ട് ഡു പ്രഷർ ഗ്രൂപ്പ്സ് ഡു ഇൻ ദ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം? ഇന്ത്യൻ രാഷ്ട്രീയ സംവിധാനത്തിൽ പ്രഷർ ഗ്രൂപ്പുകൾ എന്താണ് ചെയ്യുക? ദേ ആക്ട് ആസ് എ ലിങ്ക് ആൻഡ് സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ മാസസ് ആൻഡ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ്. ജനക്കൂട്ടവും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ ഒരു കണ്ണിയായിട്ട് അവ പ്രവർത്തിക്കുന്ന പ്രഷർ ഗ്രൂപ്പുകൾ. വാട്ട് ഡു പ്രഷർ ഗ്രൂപ്പ്സ് സെൻസിറ്റൈസ് ദ പബ്ലിക് ടുവേർഡ്സ്? പ്രഷർ ഗ്രൂപ്പുകൾ പൊതുജനങ്ങളെ എന്തിന് നേർക്കാണ് സ്വാധീനിച്ച് കൊണ്ടുവരിക? വേരിയസ് സോഷ്യോ ഇക്കണോമിക് ഇഷ്യൂസ്, സമൂഹത്തിൽ അപ്പോൾ ഉണ്ടാകുന്ന വിവിധങ്ങളായ സാമൂഹ്യ സാമ്പത്തിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ നേർക്ക് അവരുടെ റെസ്പോൺസ് സമാഹരിച്ച് തങ്ങളുടെ നിലപാടറിയിക്കുകയാണ് പ്രഷർ ഗ്രൂപ്പുകൾ വാസ്തവത്തിൽ ചെയ്യുന്നത്. വാട്ട് ഡു പ്രഷർ ഗ്രൂപ്പ്സ് പ്രൊഡ്യൂസ് ഫോർ ഫ്യൂച്ചർ പൊളിറ്റിക്കൽ ലീഡേഴ്സ്? ഭാവിയിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പ്രഷർ ഗ്രൂപ്പുകൾ എന്താണ് നൽകുന്നത്? ഇഫക്റ്റീവ് ലീഡർഷിപ്പ് ആൻഡ് ട്രെയിനിങ് പ്ലാറ്റ്ഫോം. ഫലപ്രദമായി അവർ ആ പ്രഷർ ഗ്രൂപ്പുകളിലൊക്കെ പ്രവർത്തിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയും ട്രെയിനിങ് പ്ലാറ്റ്ഫോമും ഒക്കെ ഒരുക്കുന്നു. പ്രഷർ ഗ്രൂപ്പുകൾക്ക് അങ്ങനെയും കൂടി ഒരു വഴിയുണ്ട്. ഇനി വാട്ട് വാല്യൂസ് ആർ കീ റിസൾട്ട്സ് ഓഫ് പ്രഷർ ഗ്രൂപ്പ്സ്? പ്രഷർ ഗ്രൂപ്പുകൾക്ക് ഏതേത് തരത്തിലുള്ള വാല്യൂസ് ആണ് വളരെ കീ റിസൾട്ട് എന്ന് പറയാവുന്നത്? അവയുടെ യൂണിറ്റിയും ഇൻറ്റഗ്രിറ്റിയും വളരെ പ്രധാനം തന്നെയാണ് പ്രഷർ ഗ്രൂപ്പുകൾക്ക്. എപ്പോഴാണ് അവയുടെ യൂണിറ്റി നഷ്ടപ്പെടുന്നത്, വിശ്വാസ്യത, ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെടുന്നത്? തീർച്ചയായിട്ടും പ്രഷർ ഗ്രൂപ്പുകളുടെ ശക്തി അവിടെ ഇടിയുകയാണ്. വാട്ട് ഡു പ്രഷർ ഗ്രൂപ്പ്സ് ഇൻഫ്ലുവൻസ്? പ്രഷർ ഗ്രൂപ്പുകൾ എന്തിനെയാണ് സ്വാധീനിക്കുന്നത്? ഒരേ സമയം ഗവൺമെന്റിന്റെ ഭരണപരമായ നയങ്ങളെയും സ്വാധീനിക്കാനായിട്ട് പ്രഷർ ഗ്രൂപ്പുകൾക്ക് കഴിയും. വാട്ട് ഡിറ്റർമൈൻസ് ദ ആക്ടിവിറ്റീസ് ഓഫ് പ്രഷർ ഗ്രൂപ്പ്സ് ആൻഡ് ദർ മെയിൻ ടാർഗറ്റ്സ്? പ്രഷർ ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങളെയും അവയുടെ പ്രധാന ലക്ഷ്യങ്ങളെയും നിശ്ചയിക്കുന്നത് എന്താണ്? പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തെ രാഷ്ട്രീയ സ്ഥാപനങ്ങളാണ് തീർച്ചയായിട്ടും അതിനെയൊക്കെ സ്വാധീനിക്കുക. ഇൻ വിച്ച് കൺട്രീസ് ഡു പ്രഷർ ഗ്രൂപ്പ്സ് ഹാവ് മോർ ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ഇൻഫ്ലുവൻസിങ് ഗവൺമെന്റൽ ഡിസിഷൻസ്? ഏതേത് രാജ്യങ്ങളിലാണ് പ്രഷർ ഗ്രൂപ്പുകൾക്ക് ഗവൺമെന്റിന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ കൂടുതൽ അവസരങ്ങളുള്ളത്? UK, USA, ഫ്രാൻസ് ആൻഡ് അതർ ഡെമോക്രസീസ്. ബ്രിട്ടൻ, അമേരിക്ക, ഫ്രാൻസ്, മറ്റ് ജനാധിപത്യ രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രഷർ ഗ്രൂപ്പുകൾക്ക് ഗവൺമെന്റിന്റെ മേൽ വലിയ സമ്മർദ്ദം ചെലുത്താൻ കഴിയും. ഇൻ ബ്രിട്ടൻ, വാട്ട് ഈസ് മോർ ഇഫക്റ്റീവ് ഫോർ പ്രഷർ ഗ്രൂപ്പ്സ് ടു ഗെറ്റ് ആക്സസ് ടു? ബ്രിട്ടനിൽ പ്രഷർ ഗ്രൂപ്പുകൾക്ക് ഏറ്റവും ഇഫക്റ്റീവായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് കഴിയുന്നത് ഏത് കാര്യത്തിലാണ്? സിവിൽ സർവീസ് റദർ ദാൻ MPs. അവിടുത്തെ സിവിൽ സർവീസിലാണ് പ്രഷർ ഗ്രൂപ്പുകൾക്ക് കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്നത്. ഇൻ ദ USA, വാട്ട് ഈസ് ദ ടാർഗറ്റ് ഓഫ് ദ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്? അമേരിക്കയിൽ ഈ തൽപര കക്ഷികളുടെ പ്രഷർ ഗ്രൂപ്പുകളുടെ ലക്ഷ്യം എന്താണ്? ദ സ്ട്രോങ് കോൺഗ്രഷണൽ കമ്മിറ്റി സിസ്റ്റമാണ്. ഇനി ഇൻ ഫ്രാൻസ്, വാട്ട് ഈസ് ദ ടാർഗറ്റ് ഓഫ് ദ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്? ഫ്രാൻസിൽ ഈ തൽപര കക്ഷികളുടെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സിന്റെ ടാർഗറ്റ് എന്താണ്? ദി അഡ്മിനിസ്ട്രേഷൻ ആണ്, റാദർ ദാൻ ദ നാഷണൽ അസംബ്ലി. ഇനി പ്രഷർ ഗ്രൂപ്പ്സ് സെൻസിറ്റൈസ് പബ്ലിക് ടുവേർഡ്സ് വേരിയസ് ഡാഷ് ഇഷ്യൂസ്. വേരിയസ് പബ്ലിക് ഇഷ്യൂസ്, വിവിധങ്ങളായിട്ടുള്ള പബ്ലിക് ഇഷ്യൂസിലേക്ക് പ്രഷർ ഗ്രൂപ്പുകൾ പൊതുജനങ്ങളെ സെൻസിറ്റൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി വിച്ച് ട്രേഡ് യൂണിയൻ ഹാസ് ക്ലോസ് ടൈസ് വിത്ത് ദ ലേബർ പാർട്ടി ഇൻ ബ്രിട്ടൻ? ബ്രിട്ടനിലെ പ്രധാനപ്പെട്ട ഒരു തൊഴിലാളി പാർട്ടി ആണ് ലേബർ പാർട്ടി. അതിനോട് ചേർന്ന് നിൽക്കുന്ന ട്രേഡ് യൂണിയൻ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ബ്രിട്ടീഷ് ട്രേഡ് യൂണിയൻ ആണ്. ഇനി പ്രഷർ ഗ്രൂപ്പ്സ് ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ദ ഡാഷ് ആൻഡ് ദ ഡാഷ്. പ്രഷർ ഗ്രൂപ്പുകൾ എന്തിനും ഇടയിലുള്ള കണ്ണിയായി പ്രവർത്തിക്കുന്നു. ഗവൺമെന്റിനും സിറ്റിസണിനും ഇടയിലുള്ള ഒരു ലിങ്ക് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഡാഷ് ഓഫ് എ കൺട്രി ഡിറ്റർമൈൻ ദ ആക്ടിവിറ്റീസ് ഓഫ് പ്രഷർ ഗ്രൂപ്പ്സ് ആൻഡ് ദർ മെയിൻ ടാർഗറ്റ്സ്. ഒരു രാജ്യത്തെ രാഷ്ട്രീയ സ്ഥാപനങ്ങൾ എപ്രകാരമാണ് എന്നതാണ് അവിടുത്തെ പ്രഷർ ഗ്രൂപ്പുകളുടെ ആക്ടിവിറ്റീസ് എങ്ങനെയാണ്, അതിന്റെ ടാർഗറ്റ് എങ്ങനെയായിരിക്കണം എന്നത് നിശ്ചയിക്കുന്നത്. ഇനി പ്രഷർ ഗ്രൂപ്പ്സ് അഡോപ്റ്റ് ഡാഷ് മെത്തേഡ്സ് ടു പ്രഷറൈസ് ദ ഗവൺമെന്റ്. ഗവൺമെന്റിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് ലിബറൽ മെത്തേഡുകളാണോ തീവ്രമായിട്ടുള്ള എക്സ്ട്രീമിസ്റ്റ് മെത്തേഡുകളാണോ പ്രഷർ ഗ്രൂപ്പുകൾ ചെലുത്തുക? തീവ്ര സ്വഭാവമുള്ള രീതികൾ പ്രയോഗിച്ചിട്ടായിരിക്കും ഗവൺമെന്റിന് മേൽ അവർ സമ്മർദ്ദം ചെലുത്തുക. മറ്റൊന്ന്, ദ പ്രഷർ ഗ്രൂപ്പ്സ് ആർ ഏബിൾ ടു ഗെറ്റ് ദർ ഡിമാൻഡ്സ് ഫുൾഫിൽഡ്. പ്രഷർ ഗ്രൂപ്പുകൾക്ക് അവരുടെ ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യാൻ, ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ അവർ സ്ട്രോങ് ആയ പ്രഷറാണ് ചെലുത്തുന്നത്, വീക്ക് പ്രഷറാണ് ചെലുത്തുന്നത്? തീർച്ചയായിട്ടും അവർ സ്ട്രോങ് പ്രഷറാണ് ചെലുത്തുക.